മിഅ്റാജിൻ്റെ യാത്രയിൽ ഒരു കൃഷിസ്ഥലത്ത് ധാരാളം ആളുകൾ ഇങ്ങനെ ജോലി ചെയ്യുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ഇവർ ജോലി ചെയ്യുന്നു, ആ കൃഷിയിൽ വിളവുണ്ടാവുന്നു, ആ വിളവ് കൊയ്തെടുക്കുന്നതോടുകൂടി ഇത് പഴയ രൂപത്തിൽ തന്നെ ആകുന്നു. പഴയ രൂപത്തിലാകുന്നു മീൻസ് വിളവ് അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ കൃഷിയും വിത്തുറക്കി നനക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേ രൂപത്തിൽ തന്നെ വിളവ് ഇങ്ങനെ നിൽക്കുന്നു. വീണ്ടും അവർ കൊയ്യുന്നു, വീണ്ടും അവിടെ വിളവ് വരുന്നു, വീണ്ടും കൊയ്യുന്നു, വീണ്ടും വിളവ് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, എന്താണിത്? ഇവരെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മറുപടി, ഹൗലാഇൽ മുജാഹിദൂൻ, നബിയെ ഇവരാരാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് യുദ്ധം നടത്തിയവരാണ്, സ്വശരീരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവരാണ് നബിയെ. ഇവർക്കാണ് ഈ പ്രത്യേകതയുള്ളത്. ഇത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോരിശയുള്ള ഗ്രന്ഥം, അഫ്ളലുൽ കിതാബി ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം ഏറ്റവും പോരിശയുള്ള ഗ്രന്ഥം ഏതാണ്? അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിക്ക് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ എഴുതിയ ഷറഹായിട്ടുള്ള ഫത്ഹുൽ ബാരിയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയവർ, അവർക്ക് നാളെ ലഭിക്കുന്ന പോരിശയാണ് ആ പറഞ്ഞത്. വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ജിഹാദിനിറങ്ങി പുറപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഏതൊക്കെ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന, മതേതര രാജ്യത്ത് ജീവിക്കുന്ന, ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസി ആ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക. ഒരു പ്രശ്നം വന്നാൽ ആ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോവുക. കോടതി, പോലീസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണം നമ്മളാരും നാളെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അത് ആവശ്യമായ ഘട്ടങ്ങളിൽ വരികയാണെങ്കിൽ അപ്പോൾ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്, ഞാൻ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ ആരും ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മനുഷ്യരെ കുറിച്ചാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ ആളുകൾ അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇതാരെക്കുറിച്ച് പറഞ്ഞതാ? ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതാ, ഉഹദീങ്ങളെ കുറിച്ച് പറഞ്ഞതാ, ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞതാ. അവരൊക്കെ മരണപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അവർ മരണപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അവർ മരണപ്പെട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് അവർ മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ അടുക്കൽ മരണപ്പെട്ടോ? ഇല്ല. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മുഫസ്സിറുകളെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ എന്ന് വിളിക്കൽ തെറ്റായി പോണ കാര്യമല്ല, ശുഹദാക്കളെ എന്ന് വിളിക്കൽ തെറ്റായി പോകുന്ന കാര്യമൊന്നുമല്ല. എൻ്റെ ലക്ഷ്യം അത് വിശദീകരിക്കലല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ആഴത്തിൽ പ്രവേശിക്കാത്തത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ദീനിനെതിരായിട്ട് ആരും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട മറ്റൊരു കാഴ്ച എന്താണെന്നറിയോ? വലിയ ഒരു പാറക്കല്ലുകൊണ്ട് ചില മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തലകളെ ഇങ്ങനെ പൊട്ടിച്ച് കളയാണ്. തല ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വീണ്ടും തല അതേ രൂപത്തിലേക്ക് വരുന്നു, വീണ്ടും പൊട്ടിച്ച് കളയുന്നു, വീണ്ടും തല അതേ രൂപത്തിലേക്ക് വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ആരാണിത്? എന്തുകൊണ്ടാണ് അവർ തല ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നത്? ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മറുപടി എന്താണ്? ഹൗലാഇൽ ലദീന തസാഖല റഊസുഹും അനിസ്സലാ. നിസ്കാരത്തെ നിസ്സാരമാക്കിയവരാണ് നബിയെ. നിസ്കാരത്തെ ഒരു വലിയ ഭാരമായി കണ്ടവരാണ് നബിയെ. ബാങ്കുകൾ കൊടുത്തിട്ടും നിസ്കരിക്കാത്ത മനുഷ്യരാണ് നബിയെ. പിന്നെ നിസ്കരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് നിസ്കാരത്തെ ഇങ്ങനെ പിന്തിപ്പിച്ചു വെച്ച ആളുകളാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയുള്ള ആളുകൾ, നിസ്കരിക്കുന്ന സമയത്ത് മടി കാണിക്കുന്ന ആളുകൾ,
ആ ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അത് നമുക്ക് നിസ്കാരം എന്താണ് എന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. അസ്വലാത്തു മിഅ്റാജ്, എന്താണ് നിസ്കാരം എന്ന് പറയുന്നത്? മിഅ്റാജുൽ മുഅ്മിനാണ്, മുഅ്മിനിന്റെ മിഅ്റാജാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ അല്ലാഹുവിനെ കണ്ടു എന്നതുപോലെ എന്ത് ചെയ്യുന്നു? വിശ്വാസികൾ നിസ്കാരത്തിലാണ് അല്ലാഹുവിനെ കാണുന്നത് എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ നിസ്കാരത്തെ നിസ്സാരമായി കാണുക, നിസ്കരിക്കാതിരിക്കുക. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിനോട് മടി കാണിക്കുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്തരം ആളുകളുടെ അവസ്ഥയാണ് അവിടെ പറഞ്ഞത്. നിസ്കരിക്കുന്നുണ്ട്, ളുഹുർക്ക് വാങ്ക് കൊടുത്തിട്ട് എപ്പോഴോ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെയല്ല. അർശിൻ്റെ തണലുള്ള 7 വിഭാഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിഭാഗന്മാരായിരുന്നു ഖൽബുൻ, അവൻ്റെ ഹൃദയത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന്, യതഅല്ലഖു ബിൽ മസ്ജിദ്, പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഹൃദയം അവൻക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സുബഹ് നിസ്കാരം കഴിഞ്ഞ് പോയാൽ അടുത്ത ചിന്ത ളുഹുർക്ക് എപ്പോൾ പള്ളിക്ക് വരും, ളുഹുർ കഴിഞ്ഞ് പോയാൽ അസ്ർക്ക് എപ്പോൾ പള്ളിക്ക് വരും. അപ്പം ഈ ചിന്ത ഇങ്ങനെ കൽബിലുള്ള മനുഷ്യനാണ് ഹൃദയവും പള്ളിയുമായി ഇങ്ങനെ ബന്ധപ്പെട്ട മനുഷ്യൻ. അപ്പം അവൻ്റെ ജീവിതം മുഴുവൻ ഇബാദത്തിലായി മാറും. കാരണം അവൻ സുബഹി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം എന്തിനാ? ളുഹുർക്ക് പള്ളിക്ക് വരാനാ. ളുഹുർ കഴിഞ്ഞ് പോകുന്ന എന്തിനാ? അസ്ർക്ക് പള്ളിയിലേക്ക് വരാനാണ്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം ഇനി എപ്പോഴാണ് എന്നിങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ മനുഷ്യർക്കാണ് അർശന തണലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തെ അങ്ങനെ നിസ്സാരമായി കാണരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്.